മാന്യ പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങളെവരെയും എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ സമരത്തിൻ്റെ 35-ാം ദിനം ഗവൺമെൻറ്റിനെ കുത്തിച്ചുകൊണ്ട് മോഡി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോഡി ഗവൺമെൻറ്റിലെ ഉന്നതനായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ യുവത്വത്തിൻ്റെ കോക്രോച്ച് ജനതാ പാർട്ടി ഗവൺമെൻറ് ആദ്യം പരിഹാസപൂർവം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ വിലക്കെടുത്തിരുന്നില്ല, പരിഹാസപൂർവമായിരുന്നു കണ്ടിരുന്നത്. അതൊക്കെ മാറി ഗവൺമെൻറ് തന്നെ ആടി ഉലയുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഓരോരോ വിക്കറ്റുകളായി വീണുകൊണ്ടിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി സോനം വാങ്ചുക്കിൻ്റെ നിരാകാരം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമയം തെളിച്ചു. അത് ഓൾ ഇന്ത്യ അതുപോലെ തന്നെ ഓൾ വേൾഡ് ഗ്ലോബൽ അറ്റൻഷൻ നേടിക്കൊടുത്തു. അങ്ങനെ സോനം വാങ്ചുക്ക് നിരാകാരം അവസാനിപ്പിച്ചത് വളരെ നന്നായി. സോനം വാങ്ചുക്ക് നിരാകാരം അവസാനിപ്പിച്ചിട്ടുള്ള തന്ത്രം കൊണ്ട് എല്ലാ യുവജനങ്ങളും കോക്രോച്ച് CJP പാർട്ടിക്കാരും തിരിച്ചു പോകുമെന്നാണ് കരുതിയത്. പക്ഷേ അത് നടന്നില്ല. അഭിജിത്ത് ഉറച്ചു നിന്നു. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം ചെയ്യും. മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് അടുത്തൊരു പാർലമെൻറ്റ് മാർച്ച് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കാര്യം മനസ്സിലായി. ഒരു വിക്കറ്റല്ല, ചിലപ്പോൾ എല്ലാ വിക്കറ്റും കൂടെ വീഴും, മൊത്തത്തിൽ ഓൾ ഔട്ട് ആകുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും വിശ്വസ്തനെ ധർമ്മേന്ദ്ര പ്രധാനെ മോഡിജി കൈയൊഴിഞ്ഞു. ഇനി ഏതൊക്കെ വിക്കറ്റുകളാണ് വീഴാൻ പോകുന്നതെന്നറിയില്ല. ഇത് പൊതുവെ മൊത്തത്തിൽ ഭരണത്തിനോടുള്ള പൊതുജനങ്ങളുടെ എതിർപ്പാണ് ഈ കാണുന്നത്. യുവജനങ്ങൾക്ക് യാതൊരുവിധ സ്കോപ്പുമില്ല, ഒരുവിധ അംബീഷനും അവരുടെ സങ്കല്പങ്ങളെ ദൂരീകരിച്ചതുകൊണ്ട്. പണ്ട് വിദേശത്തേക്ക് പോകാവുന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പച്ച പിടിക്കാമെന്നുള്ള പഞ്ചാബി സ്വപ്നവും അതേപോലെയുള്ള ഉത്തരേന്ത്യൻ സ്വപ്നങ്ങളും എല്ലാം ഇപ്പോൾ നടപ്പിലാക്കില്ല. അവിടെ നിന്ന് എല്ലാവരും തിരിച്ചു വരികയാണ്. ഇവിടുന്ന് അവിടെ പോയ ഒരു ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നതായ സ്ഥിതിയിലാണ്. യൂറോപ്പും അമേരിക്കയും യുദ്ധത്തിനാലും മറ്റുള്ള എത്തിനിക് പ്രോബ്ലംസും കൊണ്ട് ഇന്ത്യനെ പോലെ തന്നെ ജാതി മത വർഗ ദേശ വൈരുദ്ധ്യത കൊണ്ട് ജോലി കിട്ടാതെ ഇന്ത്യൻ യുവാക്കൾക്ക് മടങ്ങേണ്ടതായ സ്ഥിതിയാണ് അവിടെയും ജാതി മത കോമരങ്ങൾ ഇപ്പോൾ യൂറോപ്പ് മുതൽ അമേരിക്കയിലുമൊക്കെ ഓസ്ട്രേലിയയിലുമൊക്കെ അവർ വേരൂന്നിക്കൊണ്ട് നിൽക്കുകയാണ്. സങ്കുചിതമായ ചിന്താഗതികളും സങ്കുചിതമായ പഠനരീതി കൊണ്ടും ലോകം മുഴുവനും കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വിചാരിക്കുന്നില്ല അവർ ഈ ഭൂമിയിലെ ഒരു വിസിറ്റേഴ്സാണ്. ഈ സാങ്കല്പികമായ ചിന്താഗതികൾ പക്ഷേ ഇന്ത്യൻ യുവജനതയെ പിന്നോട്ടടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഇന്ത്യൻ യുവജനതയിൽ ഒരു പ്രതീക്ഷ കാണുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ കണ്ടത്. ജാതിമത വർഗമന്യേ ഏകാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് യുവജനങ്ങൾ ഒരുമിക്കുന്നതായ ഒരു കാഴ്ചയാണ് കണ്ടത്. സോനം വാങ്ചുക്കിൻ്റെ നിരാകാര സമരമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇത്ര പൊതു ശ്രദ്ധ നേടിക്കൊടുത്തത്. ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അന്താരാഷ്ട്ര മീഡിയകളിലും ഇന്ത്യൻ മീഡിയകളിലും നിറഞ്ഞു നിന്ന് ഈ സമരം വിജയമാക്കിയതിന് ഒരു കാരണം. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയാതെ നിരാകാരം അവസാനിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. അത് ഇന്ത്യൻ ജനതയ്ക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എനിവേ ഒരു ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ട് ഹി സേസ് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഡോണ്ട് so much of happy will not celebrate all this. What are the achievements? And this is the first step to the democratic youth. Democracy is winning
ദാറ്റ് ഈസ് വാട്ട് നൗ ഇറ്റ് ഈസ് ഹാപ്പറ്റ്. നരേന്ദ്രമോദിജിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞു 10 മിനിറ്റും കൊണ്ട് നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ കരിയർ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അതേപോലെ പാർലമെൻറ്റിൽ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് ക്ഷീണമായി. പിന്നെ ഏതെങ്കിലും 2 പാർട്ടികൾ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് താഴെ വീഴുന്നതായിട്ടുള്ള സ്ഥിതി. അങ്ങനെ എല്ലാ ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട് എന്ന് ചരിത്രം, ലോകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ആരും പഠിക്കുന്നില്ല. അതാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിലെ ഒരിക്കലും താഴെ വീഴില്ല, മരണയും കാലാകാലാന്തരങ്ങളായിട്ടും ജീവിക്കും, കാലാകാലാന്തരങ്ങളായിട്ട് ഭരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പതനം നമ്മൾ കണ്ടു. അതേപോലെ വലിയ വലിയ സാമ്രാജ്യങ്ങളുടെ പതനം നമ്മൾ കണ്ടു. അത് ഒരുപാട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുകയില്ല. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തല്ല് കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഒരുപാട് അവസ്ഥകൾ. അതേപോലെ തന്നെ ബംഗാളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അടി കിട്ടും, ത്രിപുരയിലും കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമേവ ജയതേ, സത്യത്തിന് വിലയുണ്ട്. സത്യത്തിന് പേടിക്കേണ്ടല്ലോ ഒന്നിനെയും. അടിച്ചമർത്തിയും ആണികളടിച്ചിലാത്തിയും ക്രൂരമായ മർദ്ദനവും എത്ര തന്നെ ഫോഴ്സുകളും ഒരു ജനശക്തിയുടെ മുന്നിൽ, യുവശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കില്ല എന്ന് ഇപ്പോൾ രാജ്യം, ലോകം തന്നെ കണ്ടിരിക്കുന്നു. എന്താണെങ്കിലും യുവജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആയിട്ടുള്ള ഒരു ഇന്ത്യ, സെക്യുലറിസത്തിൻ്റെയും ഫ്രീഡം ടു സ്പീക്ക്, ഫ്രീഡം ടു ലിവ്, ഫ്രീഡം ടു ഡു ആസ് പെർ ദി ലോ, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും വലുത് ഇന്ത്യയുടെ. അത് നടപ്പിലാകട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ എം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.